ശരി, അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. മുസ്ലിം ലീഗിനെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അംഗീകരിക്കുന്നുവെന്ന് RSS. വർഗീയ താൽപര്യം ലീഗിനുണ്ടെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ അത്രയും തീവ്രമല്ലെന്നും RSS. മലപ്പുറത്ത് വെച്ച് ലീഗിന്റെ സിറ്റിംഗ് MLAയുമായി അടക്കം ചർച്ച നടന്നുവെന്നും RSS സംസ്ഥാന നേതാക്കൾ വ്യക്തമാക്കി. RSSനെ കുറിച്ചുള്ളൊരു ഭയമുള്ള കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആ ഭയമൊക്കെ മാറി സൗഹൃദം ആഗ്രഹിക്കുന്നപ്പോൾ ഞാൻ തന്നെ പല ബിഷപ്പുമാരെയും സാമുദായിക നേതാക്കന്മാരെയും കാണാനും ചർച്ച ചെയ്യാനും അവസരം ഉണ്ടായിട്ടുണ്ട്. ഡൽഹിയിൽ ചർച്ചയ്ക്ക് വേണ്ടി ഒരു മുസ്ലിം ബുദ്ധിജീവികളുടെ ഒരു ഗ്രൂപ്പ് വന്നു. ആ ഗ്രൂപ്പിലൊരു ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുണ്ടായിരുന്നു. അവരുമായിട്ടാണ് ചർച്ച നടത്തിയത്. ലീഗിന്റെ നേതാക്കളും ഉണ്ടായിരുന്നു. ഒരു സിറ്റിംഗ് MLA കണ്ടിരുന്നു ചർച്ചയിൽ. എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നത്. ശ്രീകാന്ത്, എന്താണ് RSS ലക്ഷ്യമിടുന്നത്? ശ്രീകാന്ത്, ന്യൂനപക്ഷ വിഭാഗങ്ങളിലേക്ക് ഇറങ്ങുക എന്നുള്ളത് BJPയുടെ ഒരു ലക്ഷ്യമായിരുന്നു കേരളത്തിൽ. അത് RSS ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട കുറച്ച് ആളുകൾ ഡൽഹിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയത് കേരളത്തിൽ വലിയ വിവാദമായിരുന്നു. ആ വിഷയങ്ങളിലടക്കം ഒരു വിശദീകരണം ഇപ്പോൾ RSSന്റെ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. ഈ ഡൽഹിയിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി നടന്നത് സംഘടനാപരമായ ചർച്ചയല്ല എന്നും ഭൗതിക തലത്തിലുള്ള സംവാദമാണെന്നും RSS വ്യക്തമാക്കുന്നു. ഇങ്ങോട്ട് ആവശ്യപ്പെട്ട പ്രകാരമായിരുന്നു ചർച്ച നടന്നത്. ദേശവിരുദ്ധ നിലപാടുള്ളവരുമായി തങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറല്ല. ജമാഅത്തെ ഇസ്ലാമി വർഗീയ നിലപാട് തുടർന്നാൽ ചർച്ചകൾ ഉണ്ടാകില്ല എന്നും RSS വ്യക്തമാക്കുന്നു. ഇതിനിടയിലാണ് ലീഗിനെ പറ്റിയുള്ള പരാമർശം വന്നതും. മലപ്പുറത്ത് വെച്ച് ലീഗ് സിറ്റിംഗ് MLAയുമായി അടക്കം ചർച്ച നടന്നു. ഈ ബഹുജന സമ്പർക്കത്തിന്റെ ഭാഗമായാണ് ഈ ലീഗ് MLAയുമായി സിറ്റിംഗ് MLA